കോൺഗ്രസിനെതിരെ ശക്തമായ മറുപടിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ശശി തരൂർ. ഉറപ്പിച്ചു പറയാൻ ഒരു ശക്തനായ നേതാവ് പോലും ഇല്ലാത്ത കോൺഗ്രസ് ആണ് വാക്കിലും തീരുമാനത്തിലും ഉറപ്പുള്ള ശശി തരൂരിനെതിരെ ഇപ്പോൾ ഓളിയിടുന്നത്. കേരളത്തിലെ എന്തും എപ്പോഴും മാറ്റി പറയാവുന്ന ഉറപ്പുള്ള തണ്ടലില്ലാത്ത നേതാക്കന്മാരെ കണ്ടല്ല ശശി തരൂർ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയത്. യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അത് തങ്ങളുടെ കൊക്കിന് ഒതുങ്ങുന്ന ആളാണോ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ വിവരം പോലും ഇല്ലാതായി പോയി സതീശനും കൂട്ടർക്കും. ഒരുപാട് ചൊറിഞ്ഞിട്ടും ശശി തരൂർ മൗനം പാലിച്ചതാണ്. എന്നാൽ ഇപ്പോൾ തലയിൽ കയറിയിരുന്ന് ചൊറിയാൻ തുടങ്ങിയതോടെ ശശി തരൂരും മൗനം വെടിഞ്ഞു. കോൺഗ്രസുകാർ ചൊറിഞ്ഞു, ശശി തരൂർ കേറിയങ്ങ് മാന്തി. ഇനിയിപ്പോൾ മുറിവുണക്കാൻ കോൺഗ്രസുകാർ കുറച്ച് പാടുപെടുന്ന മട്ടാണ്. കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ശശി തരൂർ എം പി. കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന മുന്നറിയിപ്പോടെയാണ് തരൂർ ഇത്തവണ രംഗത്തുള്ളത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ശശി തരൂർ ഈ മുന്നറിയിപ്പ് നൽകിയത്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിടും. തന്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. പാർട്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തൃപ്തിയില്ലെന്നാണ് ശശി തരൂരിന്റെ പുതിയ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ശശി തരൂരിന്റെ പുതിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനെ എതിർക്കുന്നവർക്ക് പോലും തിരുവനന്തപുരത്ത് തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തരൂർ അഭിമുഖത്തിൽ പറഞ്ഞു. തന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം തിരുവനന്തപുരംകാർക്ക് ഇഷ്ടമാണ്. ആ രീതിയിലുള്ള ഇടപെടലാണ് 2026 പാർട്ടിക്ക് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. താൻ നേതൃപദവിയിലേക്ക് അനുയോജ്യനാണെന്ന് പല ഏജൻസികളും നടത്തിയ സർവേകളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്ന് തരൂർ പറഞ്ഞു. അതുകൊണ്ട് തന്റെ കഴിവുകൾ പാർട്ടി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ പാർട്ടിക്കൊപ്പം താൻ ഉണ്ടാകും. ഇല്ലെങ്കിൽ തരൂരിന് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും തനിക്ക് വേറെ വഴിയില്ലെന്ന് കോൺഗ്രസ് കരുതരുത് എന്നും പുസ്തകം എഴുതാനും പ്രഭാഷണങ്ങൾ നടത്താനും ലോകമെമ്പാടും നിന്നും അദ്ദേഹത്തിന് ക്ഷണമുണ്ട് എന്നും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത് എന്നും ശശി തരൂർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുൻപാണ് ശശി തരൂർ ഇപ്പോൾ പുറത്തു വന്ന അഭിമുഖം കൊടുത്തതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിൽ പ്രതികരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൊത്തത്തിൽ ഉത്തരം മുട്ടിയെന്ന് സാരം. മൗനം വിദ്വാനും ഭൂഷണമെന്നാണ്. ഇപ്പോൾ കാര്യം വിദ്വാനൊന്നും അല്ലെങ്കിലും മിണ്ടാതിരുന്നില്ലെങ്കിൽ നല്ല മുട്ടൻ പണി കിട്ടുമെന്ന തിരിച്ചറിവ് ചെന്നിത്തലയ്ക്ക് നല്ലതാണ്. താൻ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ശശി തരൂർ UN നിന്ന് വിട്ടുവന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പാർട്ടിയിൽ ചേരണമെന്ന് പറഞ്ഞത് താനാണെന്നും പാലക്കാട് നിൽക്കണമെന്നാണ് നിർദ്ദേശിച്ചത് എന്നും തരൂർ പറഞ്ഞ കാര്യം 100% ശരിയാണ്. അദ്ദേഹത്തെ പോലൊരാൾ പാർട്ടിയിലേക്ക് വരുന്നത് നല്ലതാണെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തരൂരിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു. എന്നിട്ടിപ്പോൾ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചെന്ന് തോന്നിയോ എന്നറിയില്ല ചെന്നിത്തലയ്ക്ക്. പാർട്ടി അംഗമല്ലാതിരുന്നിട്ടും തരൂരിനെ എറണാകുളത്ത് നടന്ന KPCC സമ്പൂർണ്ണ സമ്മേളനത്തിലേക്ക് KPCC ക്ഷണിച്ചു എന്നും സോണിയാഗാന്ധിയും ഉണ്ടായിരുന്ന വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി. അതുകൊണ്ടാണ് ശശി തരൂർ കോൺഗ്രസിലേക്ക് വന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ പാർട്ടിയിൽ തന്നെ നിൽക്കേണ്ടതിലെ അനിവാര്യത കൊണ്ടാണല്ലോ അദ്ദേഹത്തെ 4 തവണ കോൺഗ്രസ് MP ആക്കിയതും കേന്ദ്രമന്ത്രിയാക്കിയതും 10 വർഷമായി കോൺഗ്രസിന്റെ 4 സ്ഥിരം സമിതി അംഗങ്ങളിൽ ഒരാളാക്കിയതുമെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഇനി തിന്നതും കൊടുത്തതും ഉടുത്തതും ഒക്കെ വിളിച്ചു പറയും. കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇതൊക്കെ നാണക്കേടല്ലേ കോൺഗ്രസുകാരെ? കുറഞ്ഞ പക്ഷം മലർന്നു കിടന്നു തുപ്പുന്നതെങ്കിലും നിർത്തിക്കൂടെ?